എന്താ അരിയുടെ വലിപ്പല്ലേ? അത് ഗോൾഡൻ ആണത്ര. ഇതിനെടുക്കുന്ന അരി ഇങ്ങനത്തെ അരി. അതെ, ഗോൾഡ്. അതിനെ പറയണ ഗോൾഡ് സ്വർണ്ണാണേ. മാറ് വെക്കാൻ മുട്ടി കുതിർ മാറ്. അമ്മൂന് അരിയിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ. ഞാൻ അതൊന്ന് കഴുകിയിട്ടേ ഒന്ന് കുതിരാൻ വെക്കട്ടെ. അയ്യോ 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 ഇതെന്താ? ഇങ്ങോട്ട് നോക്ക്, പൊന്നിങ്ങോട്ട് നോക്ക്. ഇതെന്താ മുഖത്ത് കൂടെ ഒക്കെ? എന്താ മുഖത്ത് കൂടെ ഒക്കെ? എന്താ ലിബാമോ? എന്തിനുള്ളതാണത്? ഇതൊരു ചുണ്ടിലല്ലല്ലോ. ഇതൊന്നും ചുണ്ട് തേക്കരുത് കേട്ടോ, കുട്ടിക്ക് കൊടുക്കരുതേ. ഇങ്ങനെയുള്ള സാധനങ്ങൾ തേക്കരുത്. ഇല്ല ഇല്ല ഇല്ല. കുറച്ചേ വെള്ളച്ചോറുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനതൊന്ന് തിളപ്പിച്ച് ഊറ്റാന്ന് വിചാരിച്ച്. എന്താണെന്നറിയോ, ചോറ് വേണ്ടവരുണ്ടാവും. അപ്പോൾ കുറച്ച് ചോറ് വെക്കണ്ടേ? അമ്മയ്ക്കേ ചോറ് വേണ്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഇക്കനെ കേട്ടോ ചോറ് വേണ്ടത്. അതിനെന്താണ്, എങ്ങനെ വേണ്ട? ആർക്കും വേണ്ട അത്രേ സൂന് കുഴിമന്തി അൽഫാം വേണ്ട. അൽഫാം പിന്നെ നീ അങ്ങനെ ഉദ്ദേശിച്ചു വെച്ചു? അങ്ങനെ നീ ഉദ്ദേശിച്ചത്? അൽഫാം എവിടെ എന്തുകൊണ്ട് ഉണ്ടാക്കാനാണ്? അടുപ്പിലിട്ട് ചുട്ടെടുക്കാൻ. കുറച്ച് നേരം വെക്കട്ടെ. അടുപ്പിലിട്ട് ചുട്ടെടുക്കാൻ വേണ്ടിട്ടാ? അതിനെ പറ്റുന്ന. പിന്നെ ഇത് ഇങ്ങനെ വെട്ടി എന്തിനാ വെച്ച്? കറി വെക്കാൻ തന്നെ. നമ്മുടെ അടുത്തേ ചെറിയ ചെമ്പില്ലാത്ത കൊണ്ടാണ് കേട്ടോ ഈ ചെമ്പ് എടുത്തേക്കണത് അല്ലേ? ചെറിയ ചെമ്പ്. നമ്മളിത് ചോറ് വയ്ക്കുന്നത് 2.5 കിലോ അരി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 നേരത്തേക്കും പാടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വലിയ പാത്രത്തിൽ വെക്കണ്ടേ? ചിക്കൻ എന്നും സുകന്യാണ് ചിക്കൻ നേരേക്കൽ. ഇന്ന് പനിയേട്ടന് കൊടുത്തു. ഇന്ന് ഏട്ടന് അങ്ങോട്ട് ഇന്ന് നേരെക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മളേ ഇന്ന് എന്താ ഉണ്ടാക്കണമെന്ന് അറിയോ? ഇന്ന് മക്കൾക്കൊക്കെ ഇഷ്ടമുള്ള കുഴിമന്തി ഉണ്ടാക്കണത്. എന്താ പ്രത്യേകത എന്നറിയില്ലേ? ഇന്ന് നമ്മുടെ ചെറിയ പെരുന്നാളാണ് കേട്ടോ. അപ്പം നമ്മൾ ആഘോഷിക്കണ്ടേ? നമുക്ക് പറ്റണ പോലെ ഒരു ചെറിയ പെരുന്നാൾ കേട്ടാ. പിന്നെ പറയാണ്ടോ അല്ലേ? എന്നാൽ നമ്മൾ കുഴിമന്തിയാണ് കേട്ടോ ഉണ്ടാക്കണത്. കുഴിമന്തി നമ്മൾ എന്താ പറയില്ലേ, ചോദിക്കില്ലേ? നിങ്ങളെന്താ കുറേ പേര് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി വരുമോ, എന്താ പെരുന്നാൾ ആഘോഷിക്കാൻ വരുമോ എന്നുള്ളത്. നമുക്ക് എന്തായാലും വരാൻ പറ്റിയില്ല. അപ്പം നമുക്ക് മക്കൾക്കും വെളുത്തുള്ളി റെഡി. അപ്പോൾ എല്ലാവരും വരും. നമുക്ക് പെരുന്നാൾ ആശംസകൾ പറയണ്ടേ? നമ്മുടെ കൂട്ടുകാർക്ക്, നമ്മുടെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും. അപ്പോഴേ നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ടാവില്ലേ? അപ്പം നമ്മൾ എല്ലാവരും കൂടെ കൂടിയിട്ടില്ലേ ചെറിയ പെരുന്നാൾ ആശംസകൾ പറയണില്ലേ? പറയൂ. നമ്മുടെ കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. പൊന്നാരി 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 എന്താ ചെയ്യണ്? അമ്പോ, ഇതെന്താ കയ്യില്? കുഞ്ഞു കയ്യിൽ എന്താണ്? നോക്കട്ടെ മൈലാഞ്ചി. അമ്മൂന്റെ കാണിച്ചു കൊടുത്ത മൈലാഞ്ചി. കുഞ്ഞു കൈ കാച്ചടി. ഇതെന്തത് നോക്ക്. ഇതെന്തത്? ചന്തം. അപ്പോ ഈ ശേഷിയാ അത്രേ. മയോണൈസ് ഉണ്ടാക്കണം ആദ്യം. ഇതൊക്കെ വെട്ടാൻ കൂടും. കഴിഞ്ഞു. ശരിക്കും ബിരിയാണി ഉണ്ടാക്കണേക്കാളും എളുപ്പല്ലേ കുഴിമന്തി ഉണ്ടാക്കാനാണ് കേട്ടോ. ഉണ്ടാക്കുന്ന കുഴിമന്തിയാണ്. പൈസ കൂടുതലാന്നേ ഉള്ളൂ. കുഴിമന്തി അല്ല, മന്തി. നമുക്ക് കുഴിയില്ല. കുഴിയിലൊന്നും ഇട്ടിട്ടൊന്നും മന്തി ഉണ്ടാക്കാൻ സൗകര്യമില്ല. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് മന്തി റൈസ് ആണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ പറയുന്നു കുട്ടികൾക്ക് കുഴിമന്തിയൊക്കെ വാങ്ങി കൊടുക്കുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കില്ലേന്ന്. ഞാൻ ഉണ്ടാക്കാറൊക്കെ ഉണ്ട് കേട്ടോ, ഉണ്ടാക്കാറൊന്നുമില്ല. പക്ഷേ ചില സമയത്ത് ഇങ്ങനെ നമുക്കും തോന്നുമല്ലോ, കുറേ എന്നും ഇങ്ങനെ അടുക്കളയിൽ ചെയ്യുമ്പോൾ
ആരെങ്കിലൊക്കെ ഒന്നിങ്ങനെ പുറമെന്ന് ഉണ്ടാക്കി തരുമ്പോൾ ഒരു ടേസ്റ്റ് അല്ലേ, അത് വിചാരിച്ചിട്ട് നമ്മൾ പുറമെന്ന് പറയുകയാണ് ചേട്ടാ. നമ്മൾ പൊറോട്ടയും അനിയേട്ടൻ ഉണ്ടാക്കിയിരുന്നതാണ്. ഇപ്പം അനിയേട്ടൻ മടിയായി പൊറോട്ട ഉണ്ടാക്കാൻ. പക്ഷെ ഞങ്ങൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഉള്ള കാര്യം പറയാം, നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോഴേ വട്ടം ഉണ്ടാവില്ല. ഞങ്ങളുടെ കോയിൻ പൊറോട്ടയാണല്ലോ സൂര്യ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും സംഭവം. പക്ഷെ നല്ല രസം ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നതാണ്. ഇപ്പോൾ ഒക്കെ പറഞ്ഞാൽ ഇത് കഴിഞ്ഞല്ലോ, കുറച്ച് വലിപ്പം ഇരുന്നോട്ട് വിചാരിച്ചു. ഇറച്ചി മുറിക്കണ്ടോ? ഇറച്ചിയൊന്നും മുറിക്കില്ല. നിങ്ങൾ എന്താ ഇത് കറിക്കുള്ള പോലെ കൊണ്ടുവന്നത്? മന്തിക്ക് വലിയ വലിയ കഷ്ണം വേണ്ടേ? അതൊന്നും വേണ്ട, കഷ്ണം വലുതാക്കാൻ നല്ല ഒരു ബുദ്ധിമുട്ടില്ല. അത് വേവിക്കാൻ എവിടെ ഇട്ട് വേവിക്കും? അടുപ്പിൽ ചുടണ്ടി വരും. അല്ല, കുറച്ച് വലുതൊക്കെയാന്ന് വെച്ചാൽ മന്തി ഉണ്ടാക്കാനുള്ള അത് മതി. അതല്ല കേട്ടോ, എന്താ നമുക്കൊരു 4 കോഴിയൊക്കെ വാങ്ങേണ്ടി വരില്ലേ? എന്തിനാ കുറെ കോഴി തിന്നു ഈ ചൂടത്ത്? ഇതൊക്കെ ചടങ്ങിന് ചെയ്യാന്നല്ലാണ്ട് അല്ല കോഴിയൊന്നുമില്ലേ? ഓ, നാളേക്ക് ഞാൻ ഇതിന്ന് കുറച്ച് കോഴി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ എന്താ നാളെ കുമ്പളങ്ങയൊക്കെ വെക്കാ വിചാരിച്ചിട്ട് നിക്ക്. ഞാൻ ഇത് കഴിഞ്ഞിട്ടില്ലേ? നീ തുടങ്ങിക്കോണ്. വേണ്ടക്ക മിക്സിയുടെ ജാറ് വേണം. കുഞ്ഞു ജാറ് തെരഞ്ഞു കണ്ടുപിടിക്കും. ആ കാണാനല്ല, നിങ്ങൾ തന്നെയാണ് എവിടെ കൊണ്ടിട്ടത്. എല്ലാതും വെളുത്തുള്ളിയൊക്കെ ഞാൻ നേരേക്ക് വെച്ചിട്ടുണ്ട്. എടി ഭയങ്കരി, ഞാൻ നേരേക്ക് വെച്ചതല്ലേ നീ മയോണൈസിന് എടുത്ത് വെച്ചിരുന്നേ അല്ലേ? കണ്ടോ? നോക്കി നോക്ക്. ഉണ്ടേ എന്തുണ്ടാ? അതാ നമ്മളെ അരപ്പുണ്ടാക്കണ്ടേ ആദ്യം, വേണ്ടേ? എന്ത് നമ്മുടെ സ്ഥിരം പരിപാടി അതില്ലേ? അവിടെ ഓഫ് ചെയ്യും, ഇവിടെ ഓൺ ചെയ്യും. എന്താ ഇഞ്ചി ഇട്ടോ, ഇഞ്ചി വെളുത്തുള്ളി ഇട്ടാ 2-3. അതെന്താ ചുട്ടേ? മാഗി. നമ്മുടെ സാധാ ചെറിയ ജീരകല്ലേ, ചെറിയ ജീരകം. ധാരെങ്ങനെ വന്ന് എത്തി നോക്കണ് ചേട്ടാ കുഞ്ഞനാ. എന്താ കുഞ്ഞിങ്ങനെ കാര്യമായിട്ട് വന്ന് എത്തിയൊക്കെയാണേ. ഇതാ കുരുമുളക് കേട്ടോ. ഓ, കുരുമുളക് നമ്മളെ കളറൊന്നും ചേർക്കണില്ലല്ലോ. അപ്പോൾ നമ്മളെന്തായാലും കുറച്ച് കാശ്മീരി മുളക് പൊടി വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് ഏട്ടൻ. ഞാൻ പറഞ്ഞതാണ് കേട്ടോ മുളക് പൊടി വേണമെന്ന്, കാശ്മീരി. അപ്പോൾ കാശ്മീരി മുളക് പൊടി ഇത് എടുത്തേക്കണം. എടുത്തേച്ചോ, ആവശ്യം കഴിഞ്ഞ് എടുത്തേച്ചോ. കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ നാളെ ബിരിയാണി മസാല വാങ്ങിക്കൊണ്ടുവന്നിട്ട് കുട്ടികളായി എന്തൊക്കെയോ ഉണ്ടാക്കുമ്പോൾ ചെയ്തിരുന്നു. പിന്നെ മല്ലിപ്പൊടി കുറച്ച്. എന്താ അത്? ഓരോരുത്തരും ഓരോ രീതിയിൽ ഉണ്ടാക്കുക കേട്ടോ മന്തി അല്ലേ? പലരും പല രീതിയിലുണ്ടാക്കും. ആ കത്തി ഇങ്ങോട്ട് വെക്കേ, അത്ര നേരം തെരഞ്ഞ കത്തിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ സൺഫ്ലവർ ഓയിലില്ലേ, പിന്നെ എണ്ണ വേണേ, എണ്ണ അത്യാവശ്യം വേണം കേട്ടാ. ഒരാളില്ലേ മന്തി മസാല വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ട്, മന്തി മസാല തന്നെ കേട്ടോ. അതാ മന്തി മസാല വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്, അറേബ്യൻ ടേസ്റ്റ്. ഇതിലെന്താണ് അടിവശം? എന്തായാലും കുഴപ്പം. ഇതിൽ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ടേ. അതാ സൂന്യ, ആ പേസ്റ്റ് വാങ്ങ്. അവിടെ എടുത്തേക്കമ്മ. കുട്ടി അവിടുന്ന് കൈ താഴെ വീണ് കൈ കിട്ടി അപ്പൊക്കെ എടുത്ത് കളയും. എന്നാലും ഉത്തരവാദിത്തോട് പറയും അത് അവിടെ എടുത്തേക്ക് അമ്മ. ഇല്ല പൊന്നാരി, ഉള്ള പേസ്റ്റൊക്കെ കളയും. എവിടെ 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 ഇതാട്ടോ. ഇനി നമ്മളിതിൽ
മസാലയ്ക്ക് കുറച്ച് മാറ്റുണ്ടെന്നല്ലേ മസാല ഉണ്ടാക്കുന്ന സമയത്ത്. എന്തേ ഇതല്ലേ ആ അത് തായോ എന്താ സോനിയ തീപ്പെട്ടിയാ? തീപ്പെട്ടില്ല, ചിക്കൻ വെക്കുമ്പോ അതിനൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിട്ട് മണമൊക്കെ ഇട്ടാൻ വേണ്ടിട്ടാ. ശരി. അറബിക്കാരൻ്റെ രണ്ടെണ്ണം ഉണ്ടല്ലോ അതില്. രണ്ടെണ്ണം ഉണ്ടാവും. ഇതിലിട്ട് ഇങ്ങോട്ട് ഇങ്ങനെയല്ലേ ഇത് പൊടിച്ചിടുന്നു. ഇതിങ്ങനെ ഇട്ടല്ലേ അടുപ്പത്ത് വെക്കാ. ഒന്നും കൂടി ഇടേ. ആ ഉണ്ടാക്കുമ്പോഴേക്കന്നെ മണം പറഞ്ഞു. അതിലെന്താ വെള്ളം ഏട്ടാ വെള്ളം അടുപ്പത്ത് വെച്ച ഇതിന്റെ മണം പറഞ്ഞപ്പോ അവള് എടുത്തു വാക്കിയറിയാം. അതിന്റെ മണം പറഞ്ഞു വെള്ളം തിളക്കുന്നതിന്റെ കിടന്ന് ഉരുള് തന്നെയാണല്ലോ. ഇതാണ്ടോ കണ്ടില്ലേ? ഇത് നമ്മള് കുറച്ച് നേരല്ലേ ആ ഉള്ളി ക്യാപ്സിക്കം ഒക്കെ എടുത്തിട്ട് വാ. ഓ അപ്പോ രണ്ടാളൊക്കെ വേണം അത് കൊണ്ടുവരാൻ. നമ്മള് ഉള്ളി ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ വേണ്ട. അപ്പൊ അതാ ഇതിങ്ങനെ തിരുമ്പിയിട്ട് ഒരു കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്കപ്പയ്ക്കും ചോറ് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മളെ പട്ട, ഏലക്കായ, കുരുമുളകൊക്കെ ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ ഇതാ ഉണക്ക നാരങ്ങ, 2 മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമല്ലിയില്ലേ, എനിക്കത് ഇഷ്ടമാണ്. നമ്മുടെ ഇവിടെ കടയിൽ വാങ്ങുമ്പോഴും ഈ മല്ലി ഉണ്ടാവില്ലേ ഏട്ടാ? മല്ലി ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല രസമല്ലേ അല്ലേ? ഇവിടുത്തെ ഓരോ ചിലയിടത്തുണ്ടാവില്ല കേട്ടോ, ചിലയിടത്തുണ്ടാവും. അപ്പം ഞാൻ ആ ഏട്ടനോട് ഒരു പ്രാവശ്യം ചോദിച്ചിരുന്നേ. അപ്പം ആ ഏട്ടൻ പറഞ്ഞു ചോറ് വെക്കണ വെള്ളത്തിൽ കുറച്ച് മല്ലി ഇടാറുണ്ട് എന്ന് പറഞ്ഞോട്ടാ. ഇല്ലെങ്കിൽ ചിക്കനിൽ ഇങ്ങനെ വെറുതെ പച്ചമല്ലി ഇട്ടാലും മതി. അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഇവിടെ അവർക്ക് ഇതിൻ്റെ രുചി ഇഷ്ടമായി. എവിടെയാ മാഗി ക്യൂബ്? എവിടെ? നമ്മൾ വലിയ കുഴിമന്തി ഉണ്ടാക്കണ വലിയ ആളൊന്നല്ല കേട്ടോ. ഉണ്ടാക്കി 2-3 പ്രാവശ്യമൊക്കെ അതിൻ്റെ മുകളിലുണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടമായില്ല കേട്ടാ. അപ്പം പിന്നെ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണതിനെന്താ. അല്ലെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നത് എന്താന്നല്ല, വാങ്ങുന്നതിന് എന്താന്നല്ല പ്രശ്നമുള്ളൂ. ഉണ്ടാക്കി കൊടുക്കുന്നതന്നെ നല്ലത്. അല്ല ഉണ്ടാക്കി ചിലവര് നീ പറയും പലരും പല രീതിയിലല്ലേ. അത് ആര് ഏത് രീതിയിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങി തിന്നുന്നല്ല. നമ്മളെ വീട്ടില് അത് കുറച്ച് രുചി കൂടിയതും കുറഞ്ഞാലും നമ്മുടെ വീട്ടിൽ ഒരു കുഴപ്പമില്ല. അത് ശരിയാ. തക്കുടു ആവേ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്താ ഇവിടെ ഒരു തിരക്ക്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാച്ചല്ലേ, എനിക്ക് സുകന്യെ എളുപ്പമായി തോന്നിക്കണ ഉപ്പാണ് കേട്ടോ. എളുപ്പമായിട്ട് തോന്നിക്കണത് കുഴിമന്തിയാണ് കേട്ടോ. അരിയണ്ടേ പറയാൻ പറ്റില്ല കേട്ടോ. ഇത് മന്തി കുഴിമന്തി അല്ല കേട്ടോ. നമുക്ക് കുഴി അത് പറയണ്ടേ. ഫസ്റ്റ് കുഴിമന്തി എന്ന് പറഞ്ഞിട്ട് കുഴിമന്തി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഇറച്ചി കൊണ്ടുവന്നിട്ട് ആർക്കും ഇഷ്ടമായിരുന്നില്ല അല്ലേ സൂനിയെ? എന്താ വെച്ചാ ഉപ്പും മുളകുമില്ലാത്ത ഇറച്ചിയില്ലേ, അങ്ങനത്തെ ഇറച്ചി. ഇപ്പോഴൊക്കെ അൽഫാമുകൾ ഇങ്ങനെ പൊള്ളിച്ചതും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചെറിയ പെരുന്നാളിന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കി. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ചെറുതാവണ സമയത്തില്ലേ നെയ്ച്ചോറും ചിക്കനും ആയിരിക്കും കേട്ടോ. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ പെരുന്നാൾ കൊള്ളാൻ പോകും. ആലഞ്ചോടില്ലേ ഏട്ടാ, ആലഞ്ചോടിൻ്റെ അവിടേക്ക് ഞാൻ അനിതയൊക്കെ എൻ്റെ കൂട്ടുകാരിയൊക്കെ പാടെ പൂട്ടോ. അപ്പോൾ നെയ്ച്ചോറില്ലെങ്കിൽ സാധാ ചോറില്ലേ, സാധാ ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാവും. ഇപ്പൊ പിന്നെ എന്തൊക്കെയാണ് അല്ലേ. മന്തി റൈസ് ഒക്കെ വന്നിട്ട് കുറച്ച് കൊല്ലങ്ങളായിട്ടില്ലേ. മന്തി റൈസ് ഒന്നും അറേബ്യ ഫുഡ് പെട്ടാണേ, നമ്മുടെ ഇവിടെ ഉള്ളതിൽ പെട്ടൊന്നല്ല. പക്ഷെ ടേസ്റ്റ് ആണ് അല്ലേ.
കുഴപ്പമില്ല. ആദ്യം മന്തി കൊണ്ടുവന്നിട്ട് ആരും കഴിക്കാൻ ഇഷ്ടങ്ങളാണ്. ഒരാൾക്ക് ഇഷ്ടപ്പെട്ടു വേറൊരാൾക്ക് ഇഷ്ടപ്പെട്ടോണ്ടൊന്നുമില്ല. എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് ഒരാൾക്ക് ഇഷ്ടപ്പെടാതില്ല. അത് ശരിയാണ്. ഭക്ഷണത്തിന്റെ കാര്യം അങ്ങനെയുണ്ട്. ചൂട് പോയി വേഗത്തിൽ വന്നതാ. തുള്ളിയിട്ടുണ്ട്. നമുക്ക് ഞാൻ നാരങ്ങ കൊടുക്കണമെന്നുണ്ടെങ്കിലേ സ്പ്രൈറ്റ് കുറച്ച് മാറ്റി വെക്കും. മതി ഉപ്പ് പഞ്ചസാര കുറച്ച് ഉപ്പ് കുറച്ച് പഞ്ചസാര കുറച്ച് പഞ്ചസാര. വെള്ളം നല്ല പോലെ തിളച്ച് വിട്ടാ നമ്മൾ അരിയിട്ട് കൊടുക്കട്ടെ. അമ്മുവിൻ്റെ പണിയൊക്കെ നേരത്തെ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലേ. ഇത് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ പോലത്തെ അരിയല്ലല്ലോ. ഇത് വേറെ അരി, അത് ഫസ്റ്റ് ക്വാളിറ്റി. ഇതോ പിന്നെ അരി പോരാണ്ട് മോശമായി എന്ന് പറയുന്നു. എന്താ സൂന്യ വെട്ടിക്കൂട്ടി? ഞാൻ സൂന്യത്ത് സാലഡ് പോലെ ഉണ്ടാക്കാൻ പറഞ്ഞു. കുറച്ച് സാലഡ് ഉണ്ടായിക്കോട്ടോ. വട്ടത്തിലോ എങ്ങനെ വെച്ചാ നോക്കടി. 3 പോരാ, നമ്മൾ ഇത്ര ആൾക്കാരില്ലേ. എന്തത് മയോണൈസേ പറഞ്ഞിട്ടാ കുട്ടികൾ കട്ടിയായോ? ഇത്രയ്ക്ക് കട്ടിയായോ? നന്നായി. അപ്പൊ നല്ല കട്ടയില്ല. എവിടെ അത് പോരട്ടാ, കുറച്ചും കൂടി വേണട്ടാ. നല്ല കട്ടയായിരുന്നു. ഇതാണ് ഇവിടെ അമ്മു ചേച്ചിയേ. ഇനി നമുക്കില്ലേ ഷവർമ്മ ഉണ്ടാക്കണം. പിന്നെ ഷവർമ്മ കേട്ടോ, കുബൂസ് എന്തിനാണ് അവൻ എന്തെങ്കിലും കൊടുക്കണ്ട? ഭക്ഷണം കഴിക്കുമ്പോഴല്ലേ കൊടുക്കുക. അമ്മ മയോണൈസ് ഉണ്ടാക്കില്ലേ, ഇനി ഷവർമ്മ ഉണ്ടാക്കാം അമ്മൂമ്മക്ക്. ഞാനും ഉണ്ടാക്കുകയൊക്കെ ചെയ്യട്ടോ. ഞാൻ കുറേ ആയിട്ടോ ഷവർമ്മ ഉണ്ടാക്കണം വിചാരിക്കണു. അപ്പോൾ എന്താ ഷവർമ്മ ഉണ്ടാക്കണം, കുബൂസ് ഉണ്ടാക്കാൻ പഠിച്ചു. അപ്പോൾ ഇനി ഷവർമ്മ ഉണ്ടാക്കാൻ എന്താ എളുപ്പമല്ലേ ചേട്ടാ? എളുപ്പമായിരിക്കും. വാങ്ങിയത് കഴിക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടൊന്നുമില്ല. അത് മാത്രമൊന്നുമല്ല, ക്യാരറ്റ് വേണം, അതേപോലെ തന്നെ എന്താ മുട്ടക്കോസ് വേണം, കുക്കുംബർ വേണം, എന്തൊക്കെ വേണം. കഴിക്കാൻ ഒരു പ്ലേറ്റ് വേണം. കഴിക്കാൻ കയ്യിൽ കൈ കഴുകാൻ വെള്ളം വേണം. ഞങ്ങൾ മുക്കി തിന്നാന്നല്ലാണ്ട് എന്തൊക്കെ വേണമെന്ന് എങ്ങനെ പറയാനാണ് അറിയാത്തവര്. ഓ നായോ നായോ? ഞാൻ 80% വന്നാൽ മതി. ഇനി അത് കഴിഞ്ഞിട്ട് ദമ്മിടണ്ടേത്. ഇത് ഊറ്റട്ടെ. നമ്മളിതില്ലേ അടുപ്പത്തും വെച്ച് കൊടുക്കട്ടെ. അതാണ് രീതി. ഓ പൊന്നാരി എന്താ ചെയ്യണ്? ശരിയില്ലേ? കടയത്തോളയില്ലേ? അത്ര വേണ്ട. ശരിയോ? ശരിയോ? അല്ലേ? ഇതാട്ടോ നമ്മുടെ കണ്ടില്ലേ. എന്താ അത്? എന്താ ഒരു സൗണ്ട് കേട്ടില്ല ഇപ്പോ? ചെണ്ട കിച്ചു കേട്ട ചെണ്ട. ഇത് എവിടുന്ന കിട്ടി? എവിടുന്ന പൊന്നിന് കിട്ടി? എടുത്തതോ? ആരെടുത്തതാ? ആഹാ, എന്തല്ലോ പറഞ്ഞു.
ഇനി വേണോ മയോണസിക്ക് എണ്ണ വേണോ? മതി മതി, അത്ര മതിയെന്ന്. വേണ്ട, ചെറിയ കഷ്ണായത് കൊണ്ടേ സംഭവം. ഓ എന്ത് പമ്പ് അവിടെ 300 രൂപയ്ക്ക് പോയിട്ടില്ലേ എണ്ണ അടിക്കണം കേട്ടോ. എനിക്ക് ബാഗ് 200 രൂപയ്ക്ക് അടിച്ചു. 300 രൂപയ്ക്ക് അടിച്ചിട്ട് കൂപ്പ് മാത്രമേ കിട്ടുള്ളൂ ഞങ്ങൾക്ക്. ഇല്ല കൂപ്പ അടിയാക്കും. കൂപ്പ ഇതാട്ടെ ഒന്നും കൂടി ഒന്ന് സെറ്റ് ആവട്ടെ. ശരിക്കും പറഞ്ഞാലേ സുകന്യ സാലഡ് നിന്റെ ആണ് കേട്ടോ. എന്റെ പേര് എന്ത് കുഞ്ഞ്? എന്റെ പേര് എന്റെ കുഞ്ഞുവിനോട് ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ, കുഞ്ഞാ ഇടാ വല്യമ്മയ്ക്ക് വെള്ളം കുടിക്കാൻ തയ്ച്ചിട്ട് വയ്യടാ പറഞ്ഞിട്ടോ, ജ്യൂസ് കുടിക്കാൻ തയ്ച്ചിട്ട് വയ്യടാ പറഞ്ഞേ. വേഗം അവൻ്റെ അടുത്ത് ചെറുതെന്തെങ്കിലും വാങ്ങിട്ട് തരാൻ പറഞ്ഞ, അല്ലെങ്കിൽ വലിയ കുപ്പി വാങ്ങിട്ട് തരാൻ പറഞ്ഞ. ചെക്കുണ്ട് പെപ്സി വാങ്ങിക്കൊടുന്നത്. പെപ്സി ഇവിടെ കാണുന്നത് ആർക്കും ഇഷ്ടമല്ല. 2 മണിയായി ഈ സമയം. ഇന്ന് തിങ്കളാഴ്ച ഏട്ടാ. ഇന്നാണ് ആ പാട്ട് എത്ര നാള് കാത്തിരുന്നു. ആ എനിക്ക് ഇഷ്ടമുള്ള പാട്ടാട്ടോ അത്. ഇന്നാ സിനിമ അത് 4 മണിക്ക്. അപ്പൊ വേഗം നമ്മുടെ പണികളൊക്കെ ഒരുക്കണം. പണികൾ ഒരുക്കിയിട്ട് നമുക്ക് ചെയ്യണം. അപ്പക്കൊക്കെ പണി ഒരുങ്ങും അല്ലേ? ഒരുങ്ങും. ഇനി കഴിക്കുക, പാത്രങ്ങൾ കഴുകി വെക്കുക. എന്താ ഏതല്ല കണ്ടോ ഏട്ടാ പറയുന്നത്? കഴിഞ്ഞ പ്രാവശ്യം കഴിക്കുമ്പോഴേ 3 മണിയായില്ലേ? അല്ല, ഇന്ന് രാവിലെ നേരം വൈകിട്ടാണ് സാധനങ്ങൾ വാങ്ങിട്ട് വരാൻ നേരം വൈകിയല്ലേ? നേരം വൈകിട്ടോ. ഇപ്പൊ ദാ നമ്മളിനി ഇതിലേക്കില്ലേ നമ്മുടെ ചോറിട്ട് കൊടുക്കട്ടെ. ചിക്കൻ കഴിക്കണു. അപ്പുറത്തേക്ക് ഇരിക്കാൻ പറ്റില്ല കേട്ടോ, കണ്ണിക്ക് ഇങ്ങനെ ആവി കയറിയിട്ടേ. എന്താ ആവി വെച്ചിട്ടാ? കുഴിയാനേ ഇതാട്ടോ. ഞാനപ്പോ കണ്ടില്ലേ നീ നമ്മൾ ഇരിക്കില്ലേ അച്ചുട്ടി? 2-3 എന്താ പച്ചമുളക് കഴുകിട്ട് വന്നാ. എന്താന്ന് പറയുക, തീ നല്ല ആളി കത്തുകയാണേ. ഇനി നമ്മൾ ഇതിക്ക് ചോറില്ലേ, ചോറിട്ട് കൊടുക്കട്ടെ. കണ്ടില്ലേ അല്ലേ? കണ്ട കുഞ്ഞ ഇല്ലേ? കുഴിയില്ലല്ലോ നമുക്ക്. എന്താ അവിടെ? എന്ത് ഒരു പാത്രം എടുത്തിട്ട് പോയോ? ഒരു പാത്രം. എന്ത് ഏട്ടാ പച്ചമുളകാ? എന്നാലാണ് ഇതൊന്ന് ശരി സെറ്റ് ആവുള്ളൂ. ചൂടുണ്ട്. ഇനി ദമ്മില് ഇനി കുറച്ചേരം ഇരിക്കണേ. മാറൂത്തെ എന്താന്നറിയോ, ഈ ചോറിനൊതുക്ക് എടുത്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം മുളക് അങ്ങനെ വെച്ചാൽ മതി. കുറച്ച് മഞ്ഞപ്പൊടി കലക്കിയിട്ട് പോയോ? കുറച്ച് മഞ്ഞപ്പൊടി. അയ്യോ മഞ്ഞപ്പൊടി തീരെ കളറില്ല അല്ലേ? ഒഴിച്ചു. കുറച്ച് ഇതെന്താന്നറിയോ? ഇതെന്താച്ചു? കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. വേണമെങ്കിൽ ചോദിച്ചാൽ മതിട്ടാ, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കളർ കൊടുക്കണില്ലല്ലോ അല്ലേ സോനിയെ? കളർ ഇങ്ങനെയല്ല ഒഴിക്കേ. ആ കളർ ഇനി നമ്മളിതാ അത് വേറെ ഒരു കുഴി ഒഴിക്കട്ടെ. ആ ഓയിൽ എടുത്തിട്ട് പാടാ വെച്ചിട്ടാ. ആ അപ്പനെ ഓക്കെ. ആ ഓയിൽ എടുത്തിട്ട് പോയോ? എല്ലാം കാണുന്നുണ്ട് അല്ലേ? മുളകായിരുന്നു മോൾ കൂടെ. ഇപ്പൊ ഡിസൈൻ കളറായി. ഇനി കണ്ടട്ടാ മാജിക് കണ്ടതാണ് മാജിക്. ഇനി നമ്മളിത് അടച്ചങ്ങോട്ട് വെക്കിട്ടാ. തന്നെ വരുന്നു. തീരെണ്ണ വയ്ക്കുമ്പോ പുകയും. ഇനി നമ്മള് അത് മറ്റേ കുഴിയുടെ അത് വരാം ടേസ്റ്റ് വരും. അടുപ്പത്തിരിക്കട്ടെ.
സെറ്റായിട്ടോ. ഇനി ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയിട്ടെ. അങ്ങോട്ട് വെട്ടുക. ഇത് പുക പോകണ്ട. എന്തെങ്കിലും വെയിറ്റ് വെക്കണമെങ്കിൽ വെച്ച് വെയിറ്റ് അല്ലേ? ഇനി കഴിഞ്ഞോട്ടാ പണികളൊക്കെ. ഇനി കഴിക്കുക. കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം ഇരിക്കാമല്ലോ. പാത്രങ്ങൾ കയ്യോടെ അങ്ങോട്ട് കഴുകി വെച്ചാലേ അത് നടക്കും. ഇനി ഫുള്ളായിക്കണോ? ഇന്നേ അച്ഛനോട് ഫുള്ളായില്ലേ? ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞ അച്ഛനോട്. എന്തേട്ടാ ഞാൻ എങ്ങനെ വയ്ക്കാം? സാലഡ് കൂട്ടിയിട്ട് കുഴിമന്തി കഴിക്കണ ഒരാളെ കേട്ടെ. ബിരിയാണി കഴിക്കുന്ന രീതിക്ക് കഴിക്കുന്നതാ. ക്ലാസ്സുകൾ എടുത്തേക്കണേ. അമ്മു ചേച്ചിയുടെ അടുത്ത് ഞാൻ അവിടെ നിന്ന് അടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മിക്കുഴയാണ്. അപ്പം നമ്മൾ തുറന്നു നോക്കിയൊക്കെ എന്താ അവസ്ഥ? പോയിരുന്നില്ല. പുകയെ കഴിഞ്ഞായിരുന്നു. ചിലവരേ ഇത് വലിയ പണിയാന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാണ്ട് മടി പിടിച്ചിരിക്കുന്നുണ്ടാവും. മമ്മൂട്ടി അമ്മ മണം അടിപൊളി കേട്ടാ. കഴിഞ്ഞ പ്രാവശ്യം നല്ല കടയത്തെ മണം. ഇങ്ങനെ ആയിരിക്കില്ല ചിലവരുണ്ടാക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് മാത്രം. അമ്മൂട്ടി വേറൊരു പാത്രം കൂടി എടുക്ക്. ഒരു പാത്രം കൂടി എടുക്ക്. ഇങ്ങനത്തെ ഇതേപോലത്തെ നമുക്ക് മിക്സ് ചെയ്യണ്ട എല്ലാം പാടെ. ഇതാ പച്ചമുളക് കഴിഞ്ഞ പ്രാവശ്യം ഒരു അബദ്ധം പറ്റി. ഞാൻ മുകളിൽ അങ്ങോട്ട് വെച്ചിട്ടേ എനിക്കാവാത്ത പോലെ തോന്നിയിട്ട് ഇഷ്ടമായില്ല പച്ചമുളക്. 2 പ്രാവശ്യം. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം അടിയിൽ കൊടുത്തു. കണ്ട ശരിക്കില്ലേ കളറ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതാ കണ്ടോ മഞ്ഞപ്പൊടി, അതുപോലെ കാശ്മീരി മുളക് പൊടി. കളർ ഇല്ലെങ്കിലോ കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതാ ഇനി ഇതിൽ ശരിക്കും പറഞ്ഞല്ലേ ഈ ഇറച്ചിയുടെ ഇവിടെ ഇങ്ങനെ വെക്കില്ലേ, ഈ റൈസ് ഇതിലും കൂടി കൂട്ടി വയ്ക്കുമ്പോഴുള്ള ഒരു മണോ രുചി ഇത് വേറെയാണ്. ലമ്മോ കുഴിമന്തി അല്ല അങ്ങനെ തന്നെ. കുഴിയില്ലാണ്ട് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയല്ലേ ഉണ്ടാക്കാൻ പറ്റും. അമ്മ വീട്ടുകൾ കൂടെ ഇങ്ങനെ തന്നെ പറ്റുള്ളൂ. ഞാൻ നമുക്ക് ടേസ്റ്റോടെ കഴിക്കണം എന്നല്ലേ ഉള്ളൂ അല്ലേ ഏട്ടാ? അല്ല ഇപ്പതാട്ടാ അടി മേലത്തെ ചോറായിരിക്കും വേണ്ടപ്പോ. അതിനെ അപ്പൊ കാണിച്ചു തരാം. എനിക്ക് അടിയത്തെ ചോറ് മതിയെന്നു. മിക്സ് ചെയ്യാൻ വേണ്ടിട്ട് തന്നെയാണ് ഞാനിപ്പോ ഇങ്ങനെ എടുത്തതേ ലേട്ടാ. അച്ഛ ഐഡിയ പൂർവ്വം എന്ന് പറയ്ക്ക് അടിയത്തെ മതി മേലത്തെ വേണ്ടാന്ന്. മിക്സ് ചെയ്യണ എന്താന്ന് പറയാം, എല്ലാം പാടെ എല്ലാവർക്കും എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടാ. അല്ലേ നമ്മുടെ ചിക്കൻ കുറച്ച് ചെറുതായില്ലേ ലേട്ടാ. അപ്പം അത് കാരണം അത് കൂടി മറ്റേ ചോറ് ഇടാനാണേ. പൊന്നൂസിനും ചെറിയവർക്ക് കുറച്ച് എരിവില്ലാത്തത് എടുക്കട്ടെ വിചാരിച്ചിട്ട്. കാര്യമായിട്ട് എരിവൊന്നുണ്ടാവില്ലല്ലോ. എത്ര എരിവിട്ടാലും ഇത് കഴിക്കുകയും ചെയ്യും. നമ്മൾ കുറച്ച് നമ്മുടെ അടുപ്പിന് കൊടുക്കട്ടെ അല്ലേ, ചതിക്കാതെ തീ കത്തുമ്പോഴേ. അപ്പോൾ ദാ നമ്മൾ കഴിക്കട്ടെ കേട്ടാ ഇതും കൂടി. അപ്പോൾ നമ്മുടെ ചാത്തപ്പം കുറേ നേരമായിട്ടാണ് നോക്കണം. എന്നടാ ഈ ആദ്യം കഴിച്ചാ കുറേ നേരമായി നമ്മളെ എന്താ ചെയ്യണ പറഞ്ഞിട്ടാവുന്നു. ആ ഏട്ടൻ എന്തെങ്കിലും ചെയ്യോ പറയട്ടെ. ആദ്യം ചിക്കൻ കഴിച്ച അവനും പെരുന്നാൾ വേണ്ടേ, പപ്പൂനും അവനൊക്കെ അല്ലേ. എല്ലാം പാടെ മിക്സ് ചെയ്യണ എന്താ വെച്ചാ അങ്ങനെ കഴിക്കാന്ന് പറഞ്ഞിട്ടേ അടി പോരെ. ശരിക്ക് ആ വലിയ വലിയ ചിക്കനും കൂടി ഉണ്ടെങ്കിലേ ഞാൻ അടുത്ത പ്രാവശ്യം ഒരു കടയിൽ കണ്ടില്ലേ ഗ്രില്ല് ഞാൻ ഉണ്ടാക്കി തരാം നിങ്ങൾക്ക്. ഈ നാരങ്ങ
ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. നാരങ്ങ എങ്ങനെ പറയാ പറയുന്ന കേട്ടില്ലേ കറിവേപ്പിൻ്റെ ഇല കിച്ചൺ അങ്ങോട്ട് കൊലയ്ക്ക് കിട്ടോ. ഏട്ടാ കറിവേപ്പിൻ്റെ ഇലേ എന്താ കറി വെക്കുമ്പോൾ ഭയങ്കര ആവശ്യമാണ്. കറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാലേ ആവശ്യമില്ലല്ലോ. ഒറ്റേറല്ലേ അല്ലേ, അതുപോലെയാണ് നാരങ്ങി. ആ രണ്ട് പ്രാവശ്യം അത് മറ്റേ സാധനമാണേ, കായാമ്പൂ ആണ് കൊണ്ട് ഒരു മുള്ളാണി പോലുള്ള സാധനമല്ലേ അത്, കായാമ്പൂ ആണേ. ഭയങ്കര കയ്പല്ലേ. ഇതാട്ടാ ഇതെന്താ സാധനം? സ്പ്രൈറ്റോ? അതിൻ്റെ ഇടയിൽ കൊടുത്ത് അതും വാങ്ങിയോ? കുഞ്ഞാ കുറച്ചൊന്നും പറ്റില്ല കേട്ടോ, വയറ് നിറച്ച് തിന്നോളണം. നീ മന്തിപ്രിയനാണ്, അപ്പോൾ ഒരു കുറവും വരുത്തണ്ട. ഈ ഫാൻ ഇട്ട നമ്മുടെ സൗണ്ട് കേൾക്കില്ല കേട്ടാ, അതാണ്. എങ്ങനെയുണ്ട് മക്കളെ? പോരും കിടക്ക്. അവിടെ ഇങ്ങനെ മന്തി വിളമ്പോ റൂമിൻ്റെ ഉള്ളിൽ പോയി കിടന്നുറങ്ങിയാലോ? എങ്ങനെയുണ്ട് കഴിച്ചു നോക്കിയ അഭിപ്രായങ്ങൾ മാമണ്ണ പറയൂ. വായോ മുത്തേ, മാമണ്ണ വാടി, മാമണ്ണ വാടി. ഔ നോക്കിയൊക്ക്, വാ മാമണ്ണ വാ. മാമു വേണ്ടേ? മാമു അതിനെ ഉറക്കിക്കോ 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 അടി അടി ഉറക്കിക്കോ. ആ എന്നാ പൊക്കോ പൊക്കോ പൊക്കോ, ഉറങ്ങിയിട്ട് വന്നായി. അപ്പോൾ മക്കൾ കഴിച്ചോളൻ, ഞാൻ വേറെ സമയം എടുക്കും, നമുക്കും കഴിക്കുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എങ്ങനെയുണ്ട് ഇത്? നന്നായിട്ടുണ്ടോ? സലാഡോ? കടയിലോ? കടയിലോ? കടയിലത്തെ പോലെ ഉണ്ടോ? കുഞ്ഞുണ്ണിക്ക് ഇഷ്ടമായോ? ആ അത് മതി, എൻ്റെ കുട്ടിക്ക് ഇഷ്ടമായോ മതി. വയറ് നിറച്ച് കഴിച്ചോട്ടോ. അപ്പൊ എല്ലാരും ഒന്നും കൂടി പറയും ചെറിയ പെരുന്നാൾ എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. പൊന്നു പൊന്നു അപ്പഴേക്ക് പൊന്നൊരു സ്വഭാവം മാറി. നമുക്ക് ആ സാരല്ല, സുകന്യ വന്നോട്ടെ, നമുക്ക് വിളമ്പിക്കോ. വിളമ്പി അവളെ കാത്തു നിന്ന് കഴിഞ്ഞാൽ ഏകദേശം 2 മണി കഴിഞ്ഞു. പിന്നെ ഓ ഇന്ന് വരും, നാളെ അല്ല തന്നെ വരും. വിളമ്പി വെച്ച ചൂടാറിക്കോട്ടെ. ചൂടോടെ കേട്ടോ സംഭവം ടേസ്റ്റ്. അപ്പോൾ കഴിക്കാം, എന്നാ കഴിക്കാല്ലേ. അപ്പോൾ നല്ല വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ഞങ്ങൾ പെരുന്നാളൊക്കെ ആഘോഷിച്ചോ. പായസത്തിന്റെ ഒരു കുറവുണ്ട് കേട്ടോ. അത് പിന്നെ ഈ പായസത്തിന്റെ കുറവ് മാത്രമേ ഉണ്ടായുള്ളൂ. നോമ്പെടുക്കാനും പറ്റി, എന്താ പെരുന്നാൾ ആഘോഷിക്കാനും പറ്റി, മൈലാഞ്ചി ഇട്ടു എല്ലാവരും. പറ്റി. അപ്പൊ നമ്മളില്ലേ കഴിക്കട്ടെ കേട്ടോ. ആ എന്റെ കുട്ടർ കയ്യിലുണ്ട്, എല്ലാവരുടെ കഴിക്കാല്ലേ. നല്ല വിശേഷങ്ങളായിട്ട് നാളെ കാണാം. നാളെ കാണാം. ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ അല്ലേ. ഉണ്ട് നന്നായിട്ടുണ്ട്. അടിപൊളിയല്ലേ?